നമസ്കാരം. എക്സലൻറ്റ് പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചന്തുരാജ്. ഇംഗ്ലീഷ് പാഠഭാഗത്തെ മറ്റൊരു യൂസേജ് നമുക്ക് പരിചയപ്പെടാം. ദ യൂസ് ഓഫ് ആസ് ഇഫ് ആൻഡ് ആസ് ദോ ഇൻ സെൻറ്റൻസസ്. ആസ് ഇഫ് ആസ് ദോ എന്നതിൻ്റെ ഉപയോഗം സാധാരണ ഇതൊരു കണക്റ്റർ, ഒരു കൺജങ്ഷൻ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ട് സെൻറ്റൻസുകളെ, രണ്ട് ക്ലോസുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷനാണ് ആസിഫ്. ആസിഫിനും ആസ്ദോയ്ക്കും സെയിം മീനിങ് ആണ്. മലയാളത്തിൽ അതിൻ്റെ അർത്ഥം എന്ന പോലെ എന്നൊരർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2-3 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗമാണ് ആസിഫുമായി ബന്ധപ്പെട്ട ഈ ഭാഗം. സാധാരണ രീതിയിൽ ഇതൊരു അൺറിയൽ കണ്ടീഷൻ പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. അഥവാ ഒരു ഇമാജിനറി കണ്ടീഷൻ, യഥാർത്ഥമല്ലാത്ത ഒരു സാഹചര്യം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹീ സ്പീക്സ് ആസ് ഇഫ് ഹി വെയർ എ ഡോക്ടർ. ഹീ സ്പീക്സ് ആസ് ഇഫ് ഹി വെയർ എ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ഡോക്ടറെ പോലെ സംസാരിക്കുന്നു. അവനൊരു ഡോക്ടറെ പോലെ സംസാരിക്കുന്നു എന്നാണ് ഞാൻ സെൻറ്റൻസ് പറഞ്ഞത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവനൊരു ഡോക്ടറല്ല, പക്ഷെ ഡോക്ടറെ പോലെ സംസാരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറല്ല, ഡോക്ടറെ പോലെ സംസാരിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിലാണ് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വളരെ എളുപ്പത്തിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പറയുന്ന ചോദ്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൂടുതൽ വ്യക്തമാകും. ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിചയപ്പെടാം. 2 സെറ്റ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹീ സ്പീക്സ് ആസ് ഇഫ് ഹി ഡാഷ് ദ സബ്ജക്റ്റ്. ഹീ സ്പീക്സ് ആസ് ഇഫ് ഹി ഡാഷ് ദ സബ്ജക്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹീ സ്പോക്ക് ആസ് ഇഫ് ഹി ഡാഷ് ദ സബ്ജക്റ്റ്. He spoke as if he dashed the subject. ഈ 2 ചോദ്യത്തിനുമുള്ള കോമൺ ഓപ്ഷൻസ് 4 ഞാൻ പറയുകയാണ്. ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഓപ്ഷൻസ് ഒന്ന് തന്നെയാണ്. ഓപ്ഷൻസ് നോ, KNOW, നോ, നോസ്, ന്യൂ, ഹാഡ് നോൺ. നോ, നോസ്, ന്യൂ, ഹാഡ് നോൺ. ഓക്കെ, 2 സെറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് പറഞ്ഞു. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ചോദ്യങ്ങൾ ആസ് ഇഫ് ആസ് ദോയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആദ്യം കണ്ടാൽ നമ്മൾ ആസിഫ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ആസിഫ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. സാധാരണ രീതിയിൽ 2 സെൻറ്റൻസുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന കണക്ടറായിട്ട് വരുമ്പോൾ ആസിഫിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 2 സെൻറ്റൻസുകൾക്ക് നടുവിലായിരിക്കും. അതായത് ആസിഫിന് മുൻപും ഒരു ക്ലോസ് ഉണ്ടാകും, ഒരു സബ്ജക്റ്റ് വെർബ് ഉണ്ടാകും. ആസിഫിന് ശേഷവും ഒരു സബ്ജക്റ്റ് വെർബ് ഉണ്ടാകും. അപ്പോൾ ആസിഫുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ ആസിഫ് അണ്ടർലൈൻ ചെയ്യുക. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആസിഫിന് മുന്നേ ഉള്ള ക്ലോസ്. ആസിഫിന് മുന്നേ ഉള്ള ക്ലോസിൻ്റെ ടെൻസാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ടെൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല, വളരെ കുറഞ്ഞ സമയം നമുക്കുള്ളൂ. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറയാം. ആസിഫിന് മുന്നേ ഉള്ള വെർബ് ഐഡൻറ്റിഫൈ ചെയ്യുക. അവിടെ വരാൻ സാധ്യതയുള്ള 2 വെർബ്, ഒന്നുകിൽ ആസിഫിന് മുന്നേ ഉള്ള വെർബ് പ്രസൻറ്റ് ഫോം ഓഫ് ദ വെർബായിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബായിരിക്കും. അപ്പോൾ ആസിഫുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ആസിഫ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആസിഫിന് മുന്നേ ഉള്ള പോർഷൻ നോക്കുക. വെർബ് V1 ആണോ, വെർബ് V2 ആണോ? ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. തന്നിരിക്കുന്ന ചോദ്യത്തിലെ വെർബ് V1 ആണ് എങ്കിൽ ആസിഫിന് ശേഷം നമ്മൾ വെർബിൻ്റെ V2 ഫോം എഴുതണം. ഒന്നുകൂടി, ആസിഫുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ ആസിഫിന് മുന്നേ ഉള്ള പോർഷനിൽ തന്നിരിക്കുന്ന വെർബ് പ്രസൻറ്റ് ഫോമാണ് എന്നുണ്ടെങ്കിൽ ആസിഫിന് ശേഷമുള്ള ഭാഗം വെർബിൻ്റെ V2 ഫോം എഴുതണം. 2 രീതിയിലാണ് ചോദ്യമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ്,
ആസിഫുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ ആസിഫിന് മുന്നേ ഉള്ള ഭാഗം പാസ്റ്റ് ഫോമിലാണ് അഥവാ വെർബിൻ്റെ V2 ഫോമാണ് ചോദ്യത്തിൽ എങ്കിൽ ആസിഫിന് ശേഷമുള്ള ക്ലോസ് ഹാഡ് V3 സ്ട്രക്ചറിലായിരിക്കണം. നമ്മൾ ഗ്രാമർ നിയമങ്ങൾ കൂടുതൽ വിശകലനം ചെയ്ത് പറഞ്ഞാൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റിലാണെങ്കിൽ ആസിഫിന് ശേഷമുള്ള ക്ലോസ് സിമ്പിൾ പാസ്റ്റിലും, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ ആസിഫിന് ശേഷമുള്ള ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റിലും എഴുതണം എന്നതാണ് നിയമം. അത് നമുക്ക് വളരെ എളുപ്പത്തിലൊന്ന് ചെക്ക് ചെയ്യാം. ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. വെർബ് V1 ആണെങ്കിൽ ആസിഫിന് ശേഷം V2, വെർബ് V2 ആണെങ്കിൽ ആസിഫിന് ശേഷം ഹാഡ് V3 സ്ട്രക്ചർ ഓപ്ഷൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യാം. ഹീ സ്പീക്സ് ആസ് ഇഫ് ഹീ ഡാഷ് ദ സബ്ജക്റ്റ്. ആസിഫ് അണ്ടർലൈൻ ചെയ്തു. തന്നിരിക്കുന്ന ആസിഫിന് മുന്നേ ഉള്ള വെർബ് നോക്കി. ഹീ സ്പീക്സ് അണ്ടർലൈൻ ചെയ്തു. സ്പീക്ക് എന്ന വെർബും സ്പീക്സ് എന്ന വെർബും V1 ഫോമാണ്, പ്രസൻറ്റ് ഫോമാണ്. അവിടെ നമുക്ക് മിസ്റ്റേക്ക് വരരുത്. വെർബിനെ സംബന്ധിച്ചിടത്തോളം പ്രസൻറ്റും പാസ്റ്റും എല്ലാം ഐഡൻറ്റിഫൈ അറിഞ്ഞിരിക്കണം. ഒരു വെർബിൻ്റെ റൂട്ട് ഫോം പ്രസൻറ്റാണ്. ആ റൂട്ട് ഫോമിനോടൊപ്പം SO ESO ചേർന്ന് അതിൻ്റെ സിംഗുലർ ഫോം കിട്ടും. അപ്പോൾ ഇത് രണ്ടും രൂപമുണ്ട്. V1 എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലേയും പ്ലേസും V1 ആണ്. ഗോയും ഗോസും V1 ആണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ സ്പീക്സ് V1 ആയ സ്ഥിതിക്ക് ആസിഫിന് ശേഷമുള്ള ക്ലോസ് പാസ്റ്റിലായിരിക്കണം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ V2 വെർബ് എന്ന് പറയുന്നത് നോയുടെ പാസ്റ്റ് ഫോമായിട്ടുള്ള ന്യൂ, KNEW. ഓക്കെ, ഹീ സ്പീക്സ് ആസ് ഇഫ് ഹീ ന്യൂ ദ സബ്ജക്റ്റ്. രണ്ടാമത്തെ ചോദ്യം, ഹീ സ്പോക്ക് ആസ് ഇഫ് ഹീ ഡാഷ് ദ സബ്ജക്റ്റ്. ആസിഫ് അണ്ടർലൈൻ ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് ആസിഫിന് മുന്നേ ഉള്ള വെർബ് ചെക്ക് ചെയ്തു. ഹീ സ്പോക്ക് എന്ന വെർബ് സിമ്പിൾ പാസ്റ്റ് V2 ആണ്. തന്നിരിക്കുന്ന ചോദ്യത്തിലെ വെർബ് V2 ആണെങ്കിൽ ഓപ്ഷനിൽ നിന്നും ഹാഡ് V3 ചൂസ് ചെയ്യണം. ഹാഡ് നോൺ. ഹീ സ്പോക്ക് ആസ് ഇഫ് ഹീ ഹാഡ് നോൺ ദ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ആസിഫുമായി ബന്ധപ്പെട്ട് ആസിഫിൻ്റെ സെയിം റൂൾ തന്നെയാണ് ആസ്ദോയ്ക്കും. ആസിഫിൻ്റെ സ്ഥാനത്ത് ആസ്ദോ ആയിരുന്നു, എന്നാലും സെയിം തന്നെയാണ്. വെർബ് V1 ആണോ, ആസിഫിന് ശേഷം V2 വെർബ് V2 ആണോ, ആസിഫിന് ശേഷം ഹാഡ് V3 സ്ട്രക്ചർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഹീ സ്പീക്സ് ആസ് ഇഫ് ഹീ ഡാഷ് എ ഡോക്ടർ. ഹീ സ്പീക്സ് ആസ് ഇഫ് ഹീ ഡാഷ് എ ഡോക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹീ സ്പോക്ക് as if he dashed a doctor. He spoke as if he dashed a doctor. രണ്ട് ചോദ്യമാണ് ഇവിടെ പറഞ്ഞത്. ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള പൊതുവായിട്ടുള്ള ഒരു ഓപ്ഷൻ പറയുകയാണ്. വാസ്, ഈസ്, വെയർ, ഹാഡ് ബീൻ. വാസ്, ഈസ്, വെയർ, ഹാഡ് ബീൻ. ഓക്കെ, ഇനി നമ്മൾ പഴയ നിയമം ഒന്നുകൂടി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. തന്നിരിക്കുന്ന ചോദ്യം ആസിഫുമായി ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് മനസ്സിലായി. ആസിഫ് അണ്ടർലൈൻ ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് ആസിഫിന് മുന്നേ ഉള്ള പോർഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിൽ ഹീ സ്പീക്സ് അണ്ടർലൈൻ ചെയ്തു. വെർബിൻ്റെ V1 ഫോമാണ്. V1 ഫോം ആകുമ്പോൾ ഓപ്ഷനിൽ നിന്ന് നമ്മൾ വെർബിൻ്റെ V2 ഫോം ആൻസറായി സെലക്ട് ചെയ്യണം. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ 4 ഓപ്ഷനിൽ വാസ്, ഈസ്, വെയർ, ഹാഡ് ബീൻ. ഡയറക്റ്റ് നമുക്കൊരു പാസ്റ്റ് വെർബ് എന്ന് പറയാവുന്നത് വാസ് ആൻഡ് വെയർ ആണ്. വാസും വെയറും ബി എന്ന റൂട്ട് ഫോമിൻ്റെ പാസ്റ്റ് ഫോമാണ്. ആമീസാർ പ്രസൻറ്റ് ഫോമാണ്. വാസ്, വെയർ പാസ്റ്റ് ഫോമാണ്. അപ്പോൾ ചോദ്യത്തിൽ നമുക്ക് V2 വെർബായിട്ട് 2 ഓപ്ഷൻസ് വന്നു, വാസും വെയറും. സാധാരണ രീതിയിലുള്ള ഒരു ഉദ്യോഗാർത്ഥി തന്നിരിക്കുന്ന സബ്ജക്റ്റ് എവിടെ, ഹീ സ്പീക്സ് ആസ് ഇഫ് ഹീ ഡാഷ് എ ഡോക്ടർ എന്നാണ്. ഹീ എന്ന സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വാസ് എഴുതണോ വെയർ എഴുതണോ എന്ന് ചോദിച്ചാൽ ഒറ്റ നിമിഷത്തിൽ നമ്മൾ വാസ് എന്ന ആൻസർ എഴുതും. പക്ഷേ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ആ ഉത്തരം തെറ്റുകയും ചെയ്യും. കാരണം ഒരു അൺറിയൽ കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. അത് നെക്സ്റ്റ് ക്ലോസ് നമ്മൾ പാസ്റ്റിൽ തന്നെ ഉപയോഗിക്കണം. അതോടൊപ്പം ആസിഫിന് ശേഷമുള്ള ആ ഒരു സ്റ്റാൻസ, ആ ഒരു പോർഷൻ നമ്മൾ എല്ലായ്പ്പോഴും പ്ലൂറലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അത് സബ്ജക്റ്റ് സിംഗുലർ ആയിരുന്നാലും പ്ലൂറൽ ആയിരുന്നാലും നമ്മുടെ വെർബ് പ്ലൂറലായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാസും വെയറും. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്
തന്നിരിക്കുന്ന ആദ്യത്തെ ഒരു സെറ്റ് ക്വസ്റ്റ്യനിലുള്ള ഓപ്ഷൻസ് ഒരു വെർബിൻ്റെ വിവിധ രൂപങ്ങളായിരുന്നു ഓപ്ഷനിൽ. പക്ഷേ ഈ ചോദ്യത്തിൽ ഓക്സിലറി വെർബുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ്. ഓക്സിലറി വെർബുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ എഴുതേണ്ട സാഹചര്യത്തിൽ നമ്മൾ വാസ് അല്ല എഴുതേണ്ടത്, വേറാണ് എഴുതേണ്ടത്. ഒന്നുകൂടി പറഞ്ഞാൽ സബ്ജക്റ്റ് ഹി ആയാലും ഷീ ആയാലും യു ആയാലും നമ്മൾ വേർ എന്നുള്ളത് എഴുതണം. അപ്പോൾ ആസിഫുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് വെർബ് V1 വന്നു കഴിഞ്ഞാൽ ആസിഫിന് ശേഷം നമ്മൾ വേർ സെലക്ട് ചെയ്യണം. ഓക്സിലറി വെർബ് മാത്രമാണ് വരുന്നതെന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഹി സ്പോക്ക് ആസ് ഇഫ് ഹി ഡാഷ് എ ഡോക്ടർ. ആസിഫിൻ്റെ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്ന. ഹി സ്പോക്ക് V2 ആണ്. V2 വന്നു കഴിഞ്ഞാൽ ഹാഡ് V3 വേണം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഹാഡ് ബീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ബീൻ എന്ന് പറയുന്നത് ഹാഡ് V3 തന്നെയാണ്. ഹാഡ് V3 തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഹാഡ് ബീൻ എന്ന് പറയുന്നത് ബി എന്ന വെർബിൻ്റെ V3 ഫോമാണ്, ഹാഡ് ബീൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് തരുന്ന ഓപ്ഷൻസിൽ ഓക്സിലറി വെർബുമായി ബന്ധപ്പെട്ട ഓപ്ഷനാണ് എന്നുണ്ടെങ്കിൽ വാസും വേറും പാസ്റ്റ് വന്നാൽ സബ്ജക്റ്റ് നോക്കാതെ ആസിഫിൻ്റെ ക്വസ്റ്റ്യനിൽ V2 എഴുതേണ്ടടുത്ത് എല്ലായ്പ്പോഴും വേർ തന്നെ എഴുതണം. അതെന്ത്, നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു അൺറിയൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. ഒരു യാഥാർത്ഥ്യമല്ലാത്തൊരു കാര്യം പറയുമ്പോൾ യാഥാർത്ഥ്യമല്ലാത്ത ഒരു നിയമം നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. സാധാരണ രീതിയിൽ സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് ഉപയോഗിക്കുന്നത്. ഇതിന് വ്യത്യാസമുണ്ട് എന്നുള്ളത് എല്ലായ്പ്പോഴും ഓർമ്മിച്ചിരിക്കണം. നമ്മൾ വാസ് എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റും. ഹീ സ്പീക്സ് ആസ് ഇഫ് ഹി വെയർ എ ഡോക്ടർ. ഹീ സ്പോക്ക് ആസ് ഇഫ് ഹി ഹാഡ് ബീൻ എ ഡോക്ടർ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. രണ്ട് കാര്യങ്ങളെ നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളൂ. വെർബ് V1 ആണോ, ആസിഫിന് ശേഷം V2. ആ വെർബ് V1 വരുമ്പോൾ ആസിഫിന് ശേഷം ഓക്സിലറി വെർബാണോ, വേറാണ് നമ്മൾ V2ൻ്റെ സ്ഥാനത്ത് എഴുതേണ്ടത്. വെർബ് V2 ആണോ, ആസിഫിന് ശേഷം ഹാഡ് V3. ഓക്സിലറി വെർബാണോ, ഹാഡ് ബീനാണ് എഴുതേണ്ടത്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.